കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ. സൂര്യനും ചന്ദ്രനെയും ഒരുമിച്ച് കണ്ട ദിവസമാണെന്ന്. വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, എങ്കിലും ചെറുതായിട്ട് ഞാനത് രണ്ടൊന്ന് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ആവശ്യങ്ങളാണെന്നാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത്. സത്യത്തിൽ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ആവശ്യമില്ലാത്ത പല ആഗ്രഹങ്ങളും നമ്മളെ അപകടത്തിലെത്തിച്ചിട്ടുമുണ്ടാകും. നമ്മളറിയാതെ നമ്മുടെ പല ആവശ്യങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. നമ്മൾ ആഗ്രഹിച്ചതിനും അപ്പുറത്തായിരിക്കും ചില ആവശ്യങ്ങൾ നിറവേറുന്നത്. ആഗ്രഹങ്ങളെല്ലാം നടത്താൻ പുറപ്പെട്ടാൽ നമ്മളെ കൊണ്ട് സാധിച്ചു കൊള്ളണമെന്നില്ല. ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഒരു തെറ്റായ കാര്യമല്ല താനും. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുകയും വേണം. അല്ലാഹുമ്മ ഖളി ഹാജാത്തിന യാ ഖാലിയൽ ഹാജാത്ത്. പടച്ചവനെ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നീ വീട്ടിത്തരണേ എന്ന് നമ്മൾ ദുആ ചെയ്യാറുമുണ്ട്. ആവശ്യങ്ങൾ അവസാനിച്ച് മരിക്കുക എന്നത് സാധ്യമാണോ? ഒരിക്കലുമല്ല. എനിക്കൊരാളെ ആവശ്യമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്നൊരു വാക്കാണിത്. എന്നാൽ പിന്നെ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ തന്നെ എത്ര കാലത്തിനാണ് നമ്മൾ ആവശ്യം ഉണ്ടാവുക? നമ്മൾ വിചാരിക്കും നമ്മളില്ലെങ്കിൽ ഇതൊന്നും നടക്കൂല, നമ്മളൊരു ഭയങ്കര സംഭവമാണെന്നുള്ള ചിന്താഗതി നമുക്കുള്ളത്. നമ്മളെ സത്യത്തിൽ ഒരാൾക്കും ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മളെക്കൊണ്ട് ഒരാവശ്യവും ഇല്ലാഞ്ഞിട്ടും നമുക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുന്നവനാണ് പഠിച്ചത്. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. 10-15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ജീവിതാവശ്യത്തിന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങുന്ന ആളുകളാണ് അധികവും മലേഷ്യയിലുള്ളത്. രാവേറെ കഴിഞ്ഞിട്ടും സുഗന്ധദ്രവ്യങ്ങളുമായി വിൽപ്പനക്കെത്തിയ ഈ ചെറുപ്പക്കാരെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അപ്പോൾ അവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഒരു മടിയും കൂടാതെ അവരതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു. Harga masalah harga dia murah, wangian memang wangi padu. Kalau pakai memang tahan lama. Hanya dapat di sama di GG saja, sama wangian seluruh sama. Jadi kalau mau beli dapatkan sekarang. Dia lari kan? Oke. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേരെ കണ്ണടക്കുന്ന അധികാരികൾക്കും സമ്പത്തും സ്വാധീനവും ഉണ്ടായിട്ടും അവശർക്കും ആവശ്യക്കാർക്കും നേരെ കണ്ണു തുറക്കാത്ത പ്രമുഖ വ്യക്തിത്വങ്ങൾക്കുമെതിരെ എഴുതപ്പെട്ട വരികളാണെന്ന് തോന്നുന്നു ഞാൻ ഈ വീഡിയോയുടെ ആദ്യത്തിൽ ചേർത്തത്. കർത്തവ്യബോധമില്ലാത്ത കളിമൺ പ്രതിമകളെ കൊണ്ട് ആർക്ക് എന്തു പ്രയോജനം? അലിവില്ലാത്തവർക്ക് സങ്കടപ്പെടുന്നവരുടെ കണ്ണീര് കാണാനാകില്ല. ആലംബഹീനർക്ക് അത്താണിയാകാനോ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാനോ പോലും അവർക്ക് സാധിക്കില്ല. വെറും കളിമൺ പ്രതിമകൾ മാത്രം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.